നമ്മുടെ പ്രിയ കവി സത്യേന്ദ്രൻ പൊയിൽക്കാവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നാട് തന്നെയാണ് പൊയിൽക്കാവ്. പേരിനൊപ്പമുണ്ട് പൊയിൽക്കാവ്. മനോഹരമായ ക്ഷേത്രം, ദേവീക്ഷേത്രം, അതിനോട് ചേർന്ന വനഭംഗിയുള്ള ഒരു കോട്ട. ഇവിടെ വെച്ച് തന്നെ നമുക്ക് സത്യേന്ദ്രനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതയും ജീവിതത്തെയും അനുഭവങ്ങളെയും കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. കവിത എഴുത്ത് എന്നുള്ളത് ഒരു സന്തോഷകരമായ അനുഭവമാണോ അതോ ഏറ്റവും വേദനാകരമായൊരു അനുഭവമായിട്ടാണോ സത്യേന്ദ്രന് തോന്നിയിട്ടുള്ളത്? കവിത എഴുത്ത് രണ്ട് സന്ദർഭങ്ങളും നമ്മളെ എഴുതിക്കും എന്നുള്ളതാണ്. പക്ഷേ സന്തോഷകരമായ അവസ്ഥയിൽ നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാവും സാധാരണ. പക്ഷേ ദുഃഖകരമായ അവസ്ഥയിൽ ഏറെക്കുറെ നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതാണ് കൂടുതൽ നമ്മളെ കവിത എഴുതിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സന്തോഷകരമായ അവസ്ഥയിലെ കവിത നമ്മൾ മാറ്റിയേക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ദുഃഖകരമായ അവസ്ഥയിലെ കവിത നമുക്ക് മാറ്റിയേക്കാൻ പറ്റില്ല. അങ്ങനെ പക്ഷേ തോന്നി എഴുത്ത് എന്നുള്ള അനുഭവം തന്നെ, എഴുതുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണോ സ്വയോ, അതോ അത് വേദന തരുന്നത്, നമുക്ക് നമ്മളെ വിങ്ങുന്ന ഒരവസ്ഥയാണോ ഈ എഴുത്തിൻ്റെ വേളയിൽ കവി അനുഭവിക്കുന്നത് എന്നുള്ള? എഴുത്തിൻ്റെ വേള എന്ന് പറഞ്ഞാൽ ഒരു അതിജീവന വേളയാണ്. അപ്പോൾ അത് നമുക്ക് അതല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നതുപോലെ നമ്മൾ സാധാരണ സ്ഥിതി പറയാനുണ്ടല്ലോ, ഒരു സിംഹം ഒരു മാനിനെ ഓടിക്കുമ്പോൾ മാനിന് ജീവനാണ് പ്രശ്നം, സിംഹത്തിന് ഭക്ഷണമാണ് പ്രശ്നം എന്ന് പറയാം. പക്ഷേ നമുക്ക് കൂടുതൽ അതിജീവനത്തിൻ്റെ ആവശ്യം വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ എഴുതിക്കും. എന്ന് വെച്ചാൽ ആന്തരികമായിട്ടുള്ള കുറേ മറ്റൊന്നും നമുക്ക് മറ്റൊന്നുകൊണ്ടും സമാധാനം കിട്ടാത്തൊരവസ്ഥയിലാണ് എഴുത്തുന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ എഴുത്തിൻ്റെ അവസ്ഥ വേറെ പകരം എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ആ അർത്ഥത്തിൽ എഴുത്ത് തന്നിൽ തന്നെ വീണ്ടെടുക്കാനുള്ള, തന്നെ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ പുറത്ത് കിടക്കാനുള്ള, അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങളിൽ നിന്ന്, നോവുകളിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളൊരു വഴിയും കൂടിയാണത് ഒരർത്ഥത്തിൽ, അല്ലേ? തന്നെ പ്രകടിപ്പിക്കാനും തിരിച്ചറിയപ്പെടുത്താനൊക്കെ ഉള്ളൊരു സംഭവമാണത്. പല സംഭവങ്ങളോട് നമ്മൾ എഴുത്തിലൂടെ പ്രതികരിക്കുക, കവിതയിലൂടെ പ്രതികരിക്കുന്നത് നമ്മളിതാണ് എന്ന്. നമ്മൾ നാരായണ മാഷൊക്കെ കവിത ആശ്വാസമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിനോട് താരതമ്യപ്പെട്ടു പോകുന്നത് നമ്മളും അതാണ് എന്ന് കാണിക്കാനാണ്. അത് നമ്മളൊരു സംസ്കാരത്തോട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജയകുമാറിനെ പറ്റി പറഞ്ഞ പോലെ അങ്ങനെ പ്രശസ്തരായ എഴുത്തുകാർ സത്യേന്ദ്രൻ്റെ ഈ എഴുത്ത് ജീവിതത്തിൽ സ്വാധീനിക്കുകയോ അല്ലെ അവരുടെ ഒരു മുൻകൈ സഹായങ്ങളോ ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ വളർച്ചയിൽ? പി കെ ഗോപിയേട്ടൻ ഒരുപാട് കാലം മൂപ്പരൊരു എൻ്റെ ജീവിതത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് നാട്ടിൽ വരികയും നാട്ടിൽ വരുമ്പം പല പരിപാടിക്കും വരുമ്പോൾ എൻ്റെ പേര് പറയുകയും എന്നെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സൗമ്യനായ മനുഷ്യനാണ്. ഉണ്ട്. കുടുംബസമേതം വരും. ഭാര്യ കോമളേച്ചി, ആര്യ, മക്കളും സൂര്യ ആര്യയൊക്കെ ആയിട്ട് വരും. അവർക്ക് ഇപ്പോഴും ഈ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ഗോപിയേട്ടനോട് എൻ്റെ രീതിയിൽ വലിയ കടപ്പാടുണ്ട്. അതുപോലെ തന്നെ എഴുത്തിന്റെ ലോകത്ത് അത്തരത്തിൽ സഹായ മനസ്ഥിതിയുള്ള മുതിർന്ന എഴുത്തുകാരുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പേട്ടൻ ഒരു സെബാസ്റ്റ്യൻ, നമ്മളെ പ്രസ്തുത കവി സെബാസ്റ്റ്യൻ സംസാരിക്കുമ്പോൾ ഒരു അഭിമുഖത്തിൽ അത് മാതൃഭൂമി ആ പുസ്തകം പ്രസിദ്ധീകരിച്ചെന്നാണ് തോന്നുന്നത്, കത്തുകളോ അങ്ങനെ എന്തോ പേരിൽ. അപ്പോൾ അതിൽ സെബാസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പുതിയ കവികളിൽ പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇഷ്ടപ്പെട്ട പേര് പറയാമോ എന്ന്. കാരണം പലരും ഉണ്ടെന്ന് പറയുന്നത്. എന്നാലും ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പേട്ടൻ എൻ്റെ പേരാണ് ഭാഗ്യത്തിന് പറയുന്നത്. അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് എനിക്കൊരു ബാധ്യതയും കൂടിയാണ്. എന്നാണ് ഞാൻ ചില പൊട്ടക്കവിതകൾ എഴുതുമ്പോൾ ഞാൻ അയ്യപ്പേട്ടൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു അനീതി എന്നുള്ള രീതി കാണാറുണ്ട്. അല്ല, അയ്യപ്പൻ്റെ ഒക്കെ ധാരയിലുള്ള കവി തന്നെയാണ് സത്യനും. അതേപോലെ കവിതയിൽ സത്യേന്ദ്രൻ എഴുതി വന്നതിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ കവിതയിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി, അല്ലേ? ആ മാറ്റങ്ങളെ ഒക്കെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അത്തരം പുതിയ പുതിയ കവികളെ വായിക്കാറുണ്ടോ? കവിതയിൽ പ്രതീക്ഷാവഹമായ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ? എന്താ അതിൻ്റെ അഭിപ്രായം? ഉണ്ട്. എനിക്ക് ഊയൂർ വിൽസനെ, കുഴൂർ വിൽസൺ, പിന്നെ മനോജ്, എം പി മനോജ്, ജോസഫ്, പിന്നെ കൽപ്പറ്റ നാരായണ മാഷ് ചില കവിതകൾ, ആശ്വാസം. ഇപ്പോൾ കഥയിലും നോവലിലും ഒക്കെ കവികളും കൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഗദ്യത്തിന് കിട്ടുന്ന കഥാസാഹിത്യത്തിന്, ഫിക്ഷന് കിട്ടുന്ന അത്രയും പ്രാധാന്യം കവിതയ്ക്ക് പുതിയ കാലത്ത് കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ പുതിയ കവിത അങ്ങനെയും വായിക്കപ്പെടുന്നുണ്ടോ ഇപ്പോൾ കവികളുടെ? അത് ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു തിരിച്ചറിവ്. കാരണം കഥയിലേക്ക് വരാനിടയായ ഏത് കവിയോട് മറ്റെന്തെങ്കിലും എഴുതാനാണ് പറയുന്നത്. ഇന്ന് പത്രാധിപര് മറ്റെന്തെങ്കിലും എഴുതാൻ നോവൽ എഴുതി നോവൽ എഴുതി വരൂ,
പിന്നെ അതുപോലെ തന്നെ ജീവിതാനുഭവമോ കുറിപ്പോ പിന്നെ ഞങ്ങളെ സങ്കല്പമോ എന്തും ആവാം. എന്നപ്പോൾ മറ്റുള്ളവർക്ക് രുചിക്കുന്ന രീതിയിലുള്ള എന്തും സൃഷ്ടിച്ച് ഞങ്ങൾ കൊണ്ടുവരാം. അതിൽ നിലനിൽക്കുന്ന കാലത്തിനോടുള്ള പിന്നെ ഒന്നും ആവശ്യമില്ല, പ്രതിഷേധം ആവശ്യമില്ല, രാഷ്ട്രീയ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. കുറച്ചുകൂടി രുചികരമായ ഒരു സംഭവം നമ്മൾ ഫാസ്റ്റ് ഫുഡ് ബുഫ സംസ്കാരവും പോലെ തന്നെ. അപ്പോൾ അങ്ങനെ തന്നെ കാണുക. താൽക്കാലികമായിട്ട് രസം പകരുന്ന നമ്മളിപ്പോൾ യൂട്യൂബുകളിലൊക്കെ വരുന്ന കുറേ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കഥകളും കവിതകളും ഉണ്ട്, അതും വായിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് എനിക്ക് പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ബിനേഷ് ചേമഞ്ചേരിയെ പോലെയൊക്കെയുള്ള, സോമൻ കടലൂരൊക്കെ എടുത്ത് പറഞ്ഞ ബിനേഷ് ചേമഞ്ചേരിയെ പോലെയുള്ള ചില എഴുത്തുകാരുണ്ട്, നന്നായിട്ട് എഴുതി പുതിയ തലമുറയിലുള്ള എഴുത്തുകാരുണ്ട്. മാത്രമല്ല ഒരാളെ മാത്രം പറഞ്ഞാൽ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. കവിതയ്ക്ക് അതിജീവിക്കാൻ തന്നെ കഴിയും. ഇപ്പോൾ കുമാരനാശാൻ മുതൽക്ക് നമ്മൾ ഏത് കവി, ചങ്ങമ്പുഴ ഏത് കവിനെ എടുത്ത് ഇങ്ങനെ ഏറ്റവും പുതിയ ആധുനികോത്തരതേൻ്റെ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന പുതിയ ദളിത് കവികളോ ഒക്കെ തന്നെ എടുത്തു നോക്കിയാലും കവിതയ്ക്ക് എന്നും മനുഷ്യനോട് പറയാനുള്ള ഒന്നുണ്ട്. അത് പിന്നെ എന്താണ്, സ്നേഹത്തിൻ്റെതാണ്, പ്രതീക്ഷയുടേതാണ്, മാനവികതയുടേതാണ്. അതുള്ളിടത്തോളം കാലം കവിതയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. ചുള്ളിക്കാട് ഇങ്ങനെ പറയുന്നില്ലേ, ചുള്ളിക്കാട് എവിടെയോ മുമ്പ് പറഞ്ഞ ഒരു പ്രശസ്തമായ വരിയുണ്ട്, മനുഷ്യൻ മൃഗങ്ങളോ യന്ത്രങ്ങളോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കവിത പക്ഷേ മനുഷ്യത്വത്തിൻ്റെ അവസാന താവള പ്രദേശമായിരിക്കാം. നമ്മൾ വളരെ പ്രസക്തമാണ്. വളരെ എന്താണെന്ന് വെച്ചാൽ കവിത ഇപ്പം സച്ചിദാനന്ദ സാർ ഈ അടുത്ത ദിവസം പറഞ്ഞു, ഭൂമിയിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പിന്നെ ഞാൻ എല്ലാത്തിനും പിന്നെ ഒഴിഞ്ഞു നിന്ന്, സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് എഴുത്തിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കാൻ തുടങ്ങുകയാണെന്ന്. സത്യം പറഞ്ഞാൽ അത് കുറേ മുമ്പേ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സാധനമാണ്. നമ്മളെ ജീവിതം പോലും നഷ്ടപ്പെടുത്തിക്കളഞ്ഞൊരു ചിന്ത. അതൊരു എന്താണ്, കുറച്ച് പ്രായമായിട്ട് തോന്നപ്പെടേണ്ട ഒരു കാര്യം മാത്രമല്ല. ആ ചിന്ത ആദ്യമേ ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞ കൽപ്പറ്റേൻ്റെ കവിതേൻ്റെ ഒക്കെ ഉത്തരം കിട്ടും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. പൊള്ളുന്ന അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഈ നീറിപ്പിടിക്കുന്ന ജീവിതാനുഭവങ്ങളും ഒക്കെ തന്നെ പോകുമ്പോഴും സത്യൻ്റെ കവിതയിലുള്ളത് മനുഷ്യൻ്റെ ആർദ്രതയും അലിവും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തുടിപ്പും ഒരുപക്ഷെ മാനവികതയുടെ, മാനുഷികതയുടെ, പ്രകൃതിയുടെ അതിജീവന, ഇപ്പോൾ പറഞ്ഞ പൂച്ചയുടെ കാര്യം പോലും ഒരു പിന്നെ എന്താണ്, പൂച്ചയുടെ ആയാലും ഒരു കിളിയുടെ ആയാലും ഒക്കെ തന്നെ ഉള്ള എന്താണ്, ഒരു അണ്ണാൻകുഞ്ഞിൻ്റെ ആയാലുള്ള ജീവിതത്തെക്കുറിച്ചും പറയാൻ കവിക്കാൻ കഴിയുക. അത്തരത്തിൽ എന്താണ്, ആ സ്നേഹത്തിൻ്റെ മൂല്യം തന്നെയാണ് കവിതയുടെ മൂല്യം. ഒരുപക്ഷെ കവിത ദൈനംദിന ജീവിതത്തിൻ്റെ തത്വചിന്ത തന്നെയാണ് അർത്ഥത്തിൽ, നാളേക്ക് വേണ്ടിയുള്ള കവിത. എന്താ പറയുക, ഓരോ നിമിഷത്തിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ തീരുമാനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് എന്താണ് പലപ്പോഴും മാഷ് നേരത്തെ പറഞ്ഞ പൊതുജീവിതത്തോടൊപ്പം നിൽക്കാൻ പറ്റാണ്ട് വരുന്ന ഒരു നിസ്സാരം ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെ വായന അത്തരത്തിലുള്ള വായനയാണ്. അത്തരത്തിൽ നമുക്ക് എന്താണ് ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അത് ഒരു കവിനെ സംബന്ധിച്ച്, കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു ധാരണ അയാൾക്കുള്ളത്, തന്നെ ആ രീതിയിൽ സമൂഹം കാണുന്നുണ്ട് എന്നൊരു തോന്നൽ കലാകാരനുണ്ട്. കാരണം താൻ ഇങ്ങനെ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു തോന്നലും കലാകാരനുണ്ട്. അത് അയാളൊരു അല്പത്തരായിട്ടല്ല, അത് അയാൾക്ക് എന്താ നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് അയാൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മേലുല്ലാസം കവിക്ക് അല്ലേ? അതെ, അതാണ്. പക്ഷെ അപ്പോഴും കവിൻ്റെ സ്വതന്ത്രമായ ഇച്ഛ തന്നെയാണ് അതിജീവിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ അങ്ങനെയാണ്, അതിനുവേണ്ടി അങ്ങനെ നിലകൊള്ളുന്നതാണ്. ഇപ്പോൾ സത്യേന്ദ്രൻ 25-ലേറെ കവിതാ സമാഹാരങ്ങളുണ്ട്, അതിനിടയ്ക്ക് കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുണ്ട് അല്ലേ? എല്ലാം കൂടിയാണ്. പക്ഷേ 25ഓളം പുസ്തകങ്ങൾ, ഒരു നോവലുണ്ട്, ഇടതുവശത്തെ ആകാശം എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം, പിന്നെ നോവലുണ്ട് മണിക്കുട്ടൻ്റെ സ്വപ്നം, അത് പിന്നെ ഈ തിരക്കഥ സിനിമയുടെ ഈയിടെ വന്ന് അല്ലേ, പാളയം PC എന്നുള്ള സിനിമയുടെ തിരക്കഥ. അതുപോലെ തന്നെ കുന്നോട്ടുമുക്ക് 0 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഹരിത ബുക്സിന് തിരക്കഥാ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിൽ തുടക്കം എന്തായാലും കവിത തന്നെയാണ്. തീർച്ചയായിട്ടും. ഈ കവിതയാണ് എൻ്റെ വഴിയെന്ന് തോന്നിയതാണോ, അല്ല കവിത വളരെ സ്വാഭാവികമായിട്ട് എഴുതി കവിതയാണ് എന്നറിയുകയും പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണോ, അല്ല കവിത ബോധപൂർവം തിരഞ്ഞെടുത്തൊരു ആവിഷ്കാര മാർഗ്ഗമായിരുന്നു സത്യേന്ദ്രൻ്റെ ജീവിതത്തിൽ? കവിത നമുക്ക് എന്താ പറയുക, ഞാൻ 8 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പുൽക്കാവ് ഹൈസ്കൂളിൽ 8 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് കവിത എഴുതിയത്. അത് ചന്ദ്രികേൻ്റെ ബാലമുക്തിയിൽ ഒക്കെ വരികയും ചെയ്തു. പൂർണ്ണാമുകൾ എന്നാണ് പേര്. അത് നമ്മൾ ഒരു 10, 13, 14 വയസ്സിൽ പ്രണയം പോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വേറൊരു അനുഭൂതിയാണ്. കാരണം പക്ഷെ അന്ന് ഞാൻ ഈ കവിതേൻ്റെ വഴിയിലൂടെ വന്ന് ഇത്രയും പുസ്തകങ്ങളെയൊക്കെ പിന്നാലെ പോവും, അല്ലെങ്കിൽ എന്താണ് ഈ കവിയായിട്ട് ഭാവിയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച് ഒന്നും എഴുതിയതല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായ ഒരു അനുഭൂതി നമ്മൾ പകർത്തി വെക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെപ്പറ്റി ആദ്യമൊക്കെ വിമർശനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മെല്ലെ അംഗീകരിക്കപ്പെടുമ്പോൾ
നമ്മൾ വീണ്ടും വീണ്ടും എഴുതപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടായി. അതാണ് കവിതയിലേക്ക് അങ്ങനെ വരികയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സത്യേന്ദ്രൻ മലയാളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെയോ ലോകത്തിലെയോ മലയാളത്തിലെ കവി നമുക്ക് പ്രത്യേകിച്ച് പറയാം, കാവ്യ പാരമ്പര്യത്തിൻ്റെ. ഇപ്പം പിന്നെ കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും തുടങ്ങി ചെറുശ്ശേരിയും തുടങ്ങി ധാരാളം കവികളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നൊരു പി കുഞ്ഞിരാമൻ നായർ മുതൽക്കുള്ള ഒരു ധാര മറ്റൊരു തരത്തിലുണ്ട്. നമ്മൾ ആധുനിക കാല ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളീയ പ്രകൃതി, അതിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കുഞ്ഞിരാമൻ നായരുടെ കവിത ഈ തരത്തിൽ ഒരു അലച്ചിലിൻ്റെയും പിന്നെ സംഘർഷങ്ങളുടെയും ഒരു പിന്നെ എന്താണ് ഭ്രാന്തമായ ആ അലയലുകളുടെയും ഒക്കെ ഒരു ലോകം, കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ പ്രശസ്താൻ കാരണതാണല്ലോ. എനിക്ക് തോന്നുന്നു ആ ഒരു പരമ്പരയിലാണ് എ അയ്യപ്പൻ വരെയുള്ള കവികളെ നമുക്ക് കാണാം. ഈ ഉള്ളു പൊന്ത്, ഉള്ളു പിന്നെ നൊന്ത് വേവ് അനുഭവിച്ചുകൊണ്ട് ഉണ്ടായ ഒരു കവിത. സത്യേന്ദ്രൻ്റെ ഒരു വഴി എന്നെ ഓർമ്മിക്കേണ്ടത്, എത്ര നീറ്റിയിട്ടാണ് വെന്തിട്ടാണ് ഈ നിറം വന്നതെന്ന് നീറ്റുകയൊക്കെ ചോദിക്കുന്നത് നിനക്കറിയില്ല, എത്ര വെന്തിട്ടാണ് ഈ നിറമെന്ന്. അതെ, എന്നൊരു ചെറിയ കവിതയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു സത്യേന്ദ്രൻ്റെ തന്നെ എന്താണ് കവിതേൻ്റെ തന്നെ ഒരു ആവിഷ്കാരം കൂടിയാണ്. കുമ്മായൻ തൻ്റെ വെളുപ്പിനെ കുറിച്ച് പറയുന്നത്, എത്ര നീറിയിട്ടാണ്, എത്ര വെന്തിട്ടാണ് ഇതിങ്ങനെ നിറമുണ്ടായത് എന്ന് പറയുന്നത് പോലെ ഈ കാവ്യ ജീവിതത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വേദന തന്നെയാണ്, സങ്കടകരമായ ഒരു അനുഭവം. അത് ഒരു അവനവൻ്റെ തന്നെ ഒരു വേദനയുടെ ഉച്ചാടനം. അത് ലോകത്ത് ഇതേ വേദന അനുഭവിക്കുന്ന മനുഷ്യരോട് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഒരു കവി അതിന് കൊടുക്കേണ്ട ഒരു വലിയ വിലയുണ്ട് അല്ലേ, ആ സ്വന്തം ജീവിതം തന്നെയാണ്. സത്യേന്ദ്രനൊക്കെ ആ നിലയിലാണ് കവിതേനെ കണ്ടതും കവിതേൻ്റെ ലോകത്ത് നിലനിന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ജീവിതവും കവിതയും തമ്മിലുള്ള ഇഴപെടർത്താനാവാത്തൊരു ബന്ധത്തെ എങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഇത്രയും ഒരു 10-35 വർഷത്തിലധികമായി ഈ കാവ്യ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു വരവ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10-16 വയസ്സിൽ പിന്നെ ന്യൂമോണിയ എന്ന അസുഖം വന്ന് പുൽക്കാവിൽ 10ാം തരം പഠിക്കുന്ന സമയത്താണ്. ഒരു 104 ഡിഗ്രി പനിയൊക്കെ വന്നു. സത്യത്തിൽ മരിച്ചു പോകുന്നുള്ളൊരു ഘട്ടം, പലരും മരിച്ചു പോകുന്നുള്ളൊരു തീരുമാനം എടുത്തൊരു സമയമാണ്. കോഴിക്കോട് 2ാം വാർഡിൽ കിടന്നിട്ട് എനിക്ക് ചുറ്റുപാടുള്ള പിറ്റേ ദിവസം ഡിസ്ചാർജ് ആവുമെന്നൊക്കെ കരുതിയിട്ട് നാരങ്ങൊക്കെ വിതരണം ചെയ്ത ചെറുപ്പക്കാരനടക്കം രാത്രി ഒരു 8 മണിയോടുകൂടി മരിച്ചു പോകുന്നത്. അങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ട ഒരു എന്താ പറയുക കൗമാരം കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതേപോലെ തന്നെ ലോകത്തിനൊരു കുറച്ച് ഫിലോസഫിക്കലൊക്കെ ആയിട്ട് കാണാൻ ശ്രമിച്ച ഒരാളാണ്. അതും കവിതയും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്താ തുടർന്ന് വരുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവിക ജീവിതം തന്നെ നയിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള ആളല്ലാതായി. എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെയാണ് ഞാൻ യാത്രകളും പിന്നെ ആത്മീയവും ഭൗതികമായിട്ടുള്ള യാത്രകൾ നടത്തി. കാരണം വെച്ചാൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്, പക്ഷേ അവിടെ അമ്പലത്തിൽ കയറിയില്ല. ഗുരുവായൂരൊക്കെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ ആ പരിസരങ്ങളൊക്കെ എന്നെ എന്തുകൊണ്ടോ കുറച്ചുകൂടി പിന്നെ എന്താ സുപരിചിതരായ മനുഷ്യരായിട്ട് തോന്നാറുണ്ട്. ഈ സംസ്കാരം ഇപ്പോൾ ഞാൻ കുറേ പൂച്ചകൾ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അലഞ്ഞ് തിരിഞ്ഞ് നായും കുറുക്കനൊക്കെ കടിച്ച് കൊണ്ടുപോകുന്നൊരു അന്തരീക്ഷത്തിൽ ആ പൂച്ചകളെ ഞാൻ സംരക്ഷിക്കുന്നത്. ഒരുപാട് റിസ്ക് എടുക്കലുണ്ട്, വരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ഭയങ്കര ഗീർഷ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു സംഭവം, ഒരു നായ ഓടിക്കുമ്പോൾ പൂച്ച എന്തുകൊണ്ട് മനുഷ്യൻ്റെ അടുത്തേക്ക് വരുന്നു? അപ്പോൾ മനുഷ്യൻ കുറച്ചുകൂടി ഭേദപ്പെട്ടൊരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ പ്രതീകമാണെന്ന് പൂച്ച പോലും തിരിച്ചറിയുമ്പോൾ ആ വിശ്വാസത്തിനെ തകർക്കാതിരിക്കാൻ ഞാൻ പൂച്ചേനെ സംരക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭക്തിയാണെങ്കിലും പിന്നെ വിപ്ലവമാണെങ്കിലും കുറച്ചുകൂടി ഭേദപ്പെട്ട മനുഷ്യരെ തേടിയുള്ള ഒരു യാത്രയാണ് ഈ കവിതയും അങ്ങോട്ടുള്ളൊരു പാതയുമാണ് കവിത. ഒരു കവി എന്ന നിലയിൽ സ്വീകരിക്കപ്പെടുമ്പോൾ അയാളെ ഭൗതികമായ സമ്പത്തല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കലാകാരൻ മറ്റേതൊരു കലാകാരന്മാരും, ഇപ്പോൾ സിനിമ ഇതിനൊരു അപവാദമായിരിക്കാം, പക്ഷേ ഒരു സാഹിത്യ സൃഷ്ടി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു നല്ല മനുഷ്യൻ എന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമാണെന്നും ഉള്ള രീതിയിൽ തിരിച്ചറിയപ്പെടുന്നത് എനിക്കും ഇഷ്ടമാണ്. ഞാനും ജീവിതത്തിനെ അങ്ങനെ തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമാന്തര ജീവിതവും കലയിലും കവിതയിലും നമ്മൾ കൊണ്ടെടുക്കുന്നത് ഒരു സമാന്തര തന്നെയാണ്. പാരലൽ എന്ന് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള എന്താണ് പറയുക ഒരു സംഘർഷം തന്നെയാണ് കവിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോഴും കവിക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടണമെങ്കിൽ ഏതെങ്കിലും എന്താണ് മുൻനിര പ്രസിദ്ധീകരണങ്ങൾ ഇല്ല നമ്മുടെ രചനകൾ അച്ചടിച്ച് വരണം അല്ലേ, അല്ലെങ്കിൽ വലിയ അവാർഡുകൾ കിട്ടണം. അപ്പോൾ ഈ സംഘർഷങ്ങളിലേക്ക് വരുമ്പോൾ ജീവിതാനുഭവത്തിൻ്റെ പൊള്ളൽ കവിതയാക്കാൻ വേണ്ടി കവി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടോ? തീർച്ചയായും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാത്തൊരാൾക്ക് ഒരുപക്ഷെ എന്താ പറയുക അയാൾ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടതായ അല്ലെങ്കിൽ അയാളുടെ വഴികൾ മുൻ നിശ്ചയിക്കപ്പെട്ട ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും.
ഒരു പക്ഷേ സത്യേന്ദ്രൻ്റെ ആദ്യകാല കവിതകൾ വേനൽ തുടങ്ങി ആദ്യത്തെ സമാഹാരങ്ങളിലൊക്കെ തന്നെ ആ ഒരു തീഷ്ണവും തീവ്രവും ഉണ്ട്. അവിടുന്ന് പിന്നീട് കുറേയും കൂടി ഗാന സ്വഭാവത്തിലുള്ള പാട്ട് സ്വഭാവത്തിലുള്ള കവിതയിലേക്ക് വരുന്നുണ്ട്, ബാലസാഹിത്യത്തിലേക്ക് വരുന്നുണ്ട്. ഇത് വായനേൻ്റെയൊക്കെ സ്വാധീനവും കൂടി അതിലുണ്ടായിരുന്നോ? വായനേൻ്റെയും മാറ്റത്തിൻ്റെ എഴുത്തിനെ വായന നന്നായി സ്വാധീനിച്ചോ? അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതിയായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നിടത്താണ് ഈ ബാലസാഹിത്യത്തിൻ്റെ രീതിയിലേക്ക് കുറച്ചുകൂടി ലളിതവൽക്കരിച്ചിട്ട് വലിയ ആദർശങ്ങളും ഫിലോസഫിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകൊണ്ട് ഞാൻ ഒരുതരം മനുഷ്യൻ, വിശക്കുന്ന മനുഷ്യന് പുസ്തകം മതി എന്ന് പറയുന്ന ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് ബാലസാഹിത്യങ്ങളും രചിക്കുന്നതും കോഴിക്കോട് ചാലപ്പുറത്തുള്ള ഒരു ജീവനക്കാരനെ പോലെ അവിടെ അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ വരിക്കാർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വരിക്കാർക്ക് പിന്നെ പ്രിന്റഡ് കാർഡ് അയക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് അധികം വരുന്നതുകൊണ്ട് ഞാൻ എഴുതും. അവിടെയുള്ള കാർഡുകൾ പിന്നെ എന്നെ ഏൽപ്പിക്കൂ. മാന്യമിത്രമേ, പരിസംഖ്യ തീർന്നു, കാലാവധി തീർന്നു, സഹായിക്കുമല്ലോ തുടർന്നൊക്കെ ഉള്ളൊരു കത്ത്. അത് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെച്ച് കുറച്ച് എഴുതും, ബാക്കി അവിടെ ഓഫീസിലിരുന്ന് എഴുതും. ആ കാലത്താണ് ഇപ്പോൾ 7ാം തരത്തിൽ വന്ന മലയാളം കാണാൻ വായു എന്ന കവിത ഞാൻ നമ്മളെ അധ്യാപകൻ കൂടി കേട്ടി പറഞ്ഞിട്ട് അവിടുന്ന് എഴുതുന്നത്. അങ്ങനെ അവരുടെ ഒരു സൗഹൃദവും പിന്നെ ആ ഗ്രന്ഥങ്ങളൊക്കെ ഒരു സ്വാധീനവും എനിക്ക് ഉണ്ടായിരുന്നു. വി.കെ. ശശിധരൻ മാഷയുടെ ആൽബത്തിൽ മറ്റാന്ന് അത് ആദ്യം വരുന്നുണ്ട്, മധുര മലയാളം വരുന്നുണ്ട്, വിദേശ മലയാളി. അത് അപ്പോൾ സത്യേന്ദ്രൻ ഈ സമാന്തരതയിൽ നിന്ന് യഥാർത്ഥത്തിൽ സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ തന്നെ ഈ കവിതയിലേക്ക് വരുമ്പോൾ ശരിക്കൊരു അംഗീകാരത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരികയും കൂടിയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? പൊതുസമൂഹത്തിലേക്ക് കുറേയും കൂടി അറിയപ്പെടുന്ന ഒരാളായി വരികയും ചെയ്യുന്നുണ്ട്. സാമൂഹികമായിട്ടുള്ള ഒരു അംഗീകാരത്തിൻ്റെ ഒരു തലത്തിലേക്ക് വന്നു. അത് പക്ഷെ അപ്പോഴും അത് ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലേ? കവിയുടെ ഭൗതിക ജീവിതത്തിലോ ഒന്നും അതൊരു ഗുണവും കൊണ്ടുവരുന്നില്ല. സാഹിത്യപരമായിട്ട് അല്ലെങ്കിൽ പിന്നെ സാഹിത്യം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു ബുദ്ധിജീവി സാഹിത്യത്തിൻ്റെ തലത്തിലേക്ക് അത് പോകുന്നുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ പോലെ പിന്നെ പരിഷത്ത് സാഹിത്യം എന്ന് പറയുന്നത് അതിനെ പല രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹിത്യമാണ് പരിഷത്തിൻ്റെ സാഹിത്യം. അപ്പോൾ അതിൽ ഈ മലയാളം കാണാൻ വായോ വി.കെ. ശശിധരൻ മാഷ് മധുരം മലയാളം CD-യിൽ ഉൾപ്പെടുത്തി വിദേശ മലയാളികളായി പിന്നെ നിർമ്മിച്ചു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട് കേരളത്തിലെ ഏത് ജില്ലയിൽ പോയാലും സത്യേന്ദ്ര പുൽക്കാവ് എന്ന് പരിഷത്തായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥിതി വന്നു. അതെനിക്ക് പലയിടത്തും ഗുണാവുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ വേറൊരു സഹായം കിട്ടിയത് അന്ന് നമ്മളെ കെ ജയകുമാർ സാറ് കോഴിക്കോട് കളക്ടറായ ജയകുമാർ സാറിനെ ഞാൻ പോയി കുറച്ച് കവിത പോയി കാണുക. നമ്മൾ ജയകുമാർ സാറിനെ പിന്നെ കവിത വായിച്ചു നോക്കി. പിന്നെ എന്നോട് പറഞ്ഞു നല്ല കവിതയാണല്ലോ, പിന്നെ എന്തിലേക്ക് അയക്കുക, മാതൃഭൂമിക്ക് അയക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അയച്ചിട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 2 കവിത എടുത്ത് പറഞ്ഞു ഇത് ഞാൻ അയക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസമൊക്കെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ജയകുമാർ സാറ് ടൂറിസം ഡയറക്ടറായിട്ട് പോയി. കാരണം പിന്നെ ഞാൻ കവിത പോയിട്ടുണ്ടാവും മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കേരള കൗമുദി വീക്കെൻഡ് എഡിറ്ററായ പിന്നെ ബാസുരചന്ദ്ര സാറ് ഒരു കത്ത് വന്നു. അന്നപ്പോൾ എന്നോട് പറഞ്ഞു ജയകുമാർ അയച്ചു തന്നെ IAS അയച്ചു തന്നെ കവിത ഒന്ന് കൗമുദി വീക്കെൻഡിൽ വരുന്നു. അങ്ങനെ ആ കവിത വന്നു. തത്വചിന്താ സ്വഭാവമുള്ള വളരെ ദാർശനികമായ മാനങ്ങളുടെ കവിത എന്ന് പറയുന്നത് തന്നെ വളരെ പ്രായോഗികമായ ദൈനംദിന ജീവിതത്തിൽ പ്രയുക്തമായ കവിതയും കൂടി സത്യാനന്ദൻ്റെ. പ്രത്യേകിച്ച് സോമൻ കടലൂരിൻ്റെ അങ്ങനെയുള്ള പുതിയ ചില കവികളുടെ ഈ കാർഡ് സ്വഭാവത്തിൽ പുതിയ സോഷ്യൽ മീഡിയയിൽ 4-5 വരികളായിട്ട് പ്രചരിക്കുന്നതിൽ സത്യേന്ദ്രൻ്റെയും പല വരികളുണ്ട്. അത്തരത്തിൽ ഒരു വരിയാണ് ഞാൻ നേരത്തെ ഓർമ്മിച്ച പിന്നെ കുമ്മായ എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവൻ കവി, ഒന്നിലും കൊള്ളാത്തവൻ കവി. ഇത്തരം വരികളൊക്കെ ധാരാളം വായിക്കപ്പെടുകയും അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ടോ? അതിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു കവിതയാണ് സുരേഷ് മാഷെ. പിന്നെ പട്ടങ്ങളിൽ സുനിൽ സി ഒക്കെ അല്ലേ നമ്മളെ നിരൂപകനും ഒക്കെ ആയ സുനിൽ സി ഒക്കെ എടുത്ത് പറഞ്ഞൊരു കവിതയാണ് പട്ടങ്ങൾക്ക് കുട്ടികൾ ദൈവങ്ങളാണ്, അവരില്ലെങ്കിൽ ആര് പറത്തി വിടുമായിരുന്നു ഈ കടലാസ് ജന്മങ്ങളെ. പിന്നെ അത്തരം കവിതകൾ കുറേ ഉണ്ട്. പിന്നെ കൂട്ടത്തിലുള്ള കവിത എന്ന് വെച്ചാൽ പറയാം അതിന് വിഭിന്നമായിട്ടാണ് നമ്മളിപ്പം പാഠപുസ്തകത്തിൽ വന്ന് മലയാളം കാണാൻ വായു, മാമലകൾ കാണാൻ വായു, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു, മഞ്ജുളം ഈ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായു, മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു, പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു, ഒന്നല്ലോ മാനവർ നമ്മൾ. അത് കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ എനിക്ക് ലോകത്തിനോടുള്ള ഒരു എന്താ പറയുക സ്നേഹവും ഇഷ്ടവും ഒക്കെ പറഞ്ഞു വ്യക്തമാക്കാൻ ശ്രമിച്ചു എന്നാണ്.